പ്രൈസ് ദി ലോർഡ്. യേശുനാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മകളും ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും നമ്മുടെ രക്ഷകനാണെന്നും വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് രക്ഷ കൈവരികയും തൻ്റെ മക്കളാക്കി തീർക്കുകയും ചെയ്യുന്നു. ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്കുണ്ടാകുന്നതിനും ഇത് സഹായകമാകുന്നു. അപ്പോൾ തന്നെ നമുക്ക് മറ്റൊരു വാക്യം നോക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് സുന്ദരമെന്ന ദൈവാലയത്തിൻ്റെ മുമ്പിൽ ഭിക്ഷ യാചിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ഇരുത്തും. പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് അവനെ ഉറ്റുനോക്കി അവരെ നോക്കാൻ പറഞ്ഞു. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് അവൻ്റെ കാലും നരിയാണിയും ശക്തി പ്രാപിച്ചു. ഇമ്മീഡിയറ്റ്ലി ഹിസ് ഫീറ്റ് ആൻഡ് ആംഗിൾ ബോൺസ് റിസീവ്ഡ് സ്ട്രെങ്ത്. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിച്ചാടിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. ജനം ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടു. നമ്മൾ ആദ്യം കേട്ടില്ലേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാരത്തിലാണ് പത്രോസ് ആ മനുഷ്യനോട് എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞത്. ദൈവമക്കളാകുവാൻ, അധികാരമുള്ളവരായി മാറുവാൻ ദൈവമായ കർത്താവ് നമുക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.